എടാ ചെറിയൊരു പണിയുണ്ടേ. ഷിഫ്റ്റിലുള്ള ആരും ഏൽക്കുന്നില്ല, അതാ. എന്താ? എടാ, ഹരിതാർ പോയ നമ്മുടെ ഏജൻസിയുടെ ബസ്സില്ലേ, അത് ഗംഗയിലേക്ക് മറിഞ്ഞു. ഡാർക്ക്. 4 പേര് മരിച്ചു. ഇത്രയുള്ളൂ? എന്തോന്ന്? അല്ല, ബസ് നിറച്ച ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. ആ, ഭാഗ്യത്തിന് പോലീസിന്റെ ഒരു ബോട്ട് പെട്രോളിംഗ് നടത്തുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കാഷ്വാലിറ്റി കുറവാ. അതാണ് ബസ് പറഞ്ഞാൽ 10-30 മരിക്കേണ്ടത്. ആ എടാ, ഇതിപ്പം പ്രശ്നം എന്താന്ന് വെച്ചാലേ, ഈ മരിച്ചവരുടെ വീട്ടുകാരെ ഇത് അറിയിക്കണം. ഈ ടി വിയിലെ ന്യൂസിൽ മരിച്ചവരുടെ പേര് പെട്ടെന്ന് എഴുതി കാണിക്കുമ്പോൾ കുടുംബക്കാരെല്ലാം വായിച്ചാൽ അവർക്ക് ഭയങ്കര ഷോക്കായിരിക്കില്ലേ. അതങ്ങ് വിളിച്ച് പറഞ്ഞാൽ പോരെ? ആ മതി, അത് മതി. എടാ, ഷിഫ്റ്റിലുള്ള ആർക്കും പക്ഷെ അത് പറ്റില്ലെന്നാ പറയുന്നത്. എന്താ പറ്റാത്ത? ഈ മനുഷ്യപ്പറ്റൊക്കെ ഉള്ളോണ്ടേ. നിനക്കാവുമ്പോ പിന്നെ ആ സീനില്ലല്ലോ. എടാ, എനിക്ക് നിന്റെ ഇൻസെന്റീവിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം. എടാ, ഇത്ര വലിയ ടാസ്ക് ഒന്നും അല്ല. എടാ, നീ ഇപ്പോൾ ഒരാളുടെ വീട്ടിലേക്ക് വിളിക്കുക, അയാൾ മരിച്ചെന്ന് പറയുക, ബോഡി നാളത്തെ ഈവനിങ് ഫ്ലൈറ്റിന് കൊച്ചിയിലെത്തുമെന്ന് അറിയിക്കുക. നെക്സ്റ്റ് നമ്പർ റിപ്പീറ്റ്, സിമ്പിൾ. ശരി, നീ ലിസ്റ്റ് ഇങ്ങോട്ടായി. ഞാൻ ഫുൾ ലിസ്റ്റ് അയക്കാമേ. അതിൽ മരിച്ച ആൾക്കാരുടെ ബന്ധുക്കളുടെ കോണ്ടാക്ട് ഞാൻ മഞ്ഞ വെച്ച് മാർക്ക് ചെയ്തേക്കാം. ശരി. എടാ, നിനക്ക് വർക്ക് ഫ്രം ഹോമിന് തന്ന സിമ്മില്ലേ, അതിൽ നിന്ന് വിളിച്ചാൽ മതി. ആരതി അബ്രാം, റിലേഷൻഷിപ്പ് വൈഫ്. ഹലോ, ആരതി അഭിരാം അല്ലേ? അഭിരാം രാഘവന്റെ വൈഫ് അല്ലേ മാഡം? വീട്ടുപേര് പുത്തൻപറമ്പിൽ, ഒന്ന് കൺഫേം ചെയ്യാമോ? ഓക്കെ മാഡം, ഞാൻ ട്രാവൽ സേഫ് ട്രാവൽസിൽ നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ ടീമിൻ്റെ കൂടെയാണ് മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഹരിദ്വാറിലേക്ക് പോയത്. അവർ പോയ ബസ് ഗംഗയിലേക്ക് പറഞ്ഞു. മരിച്ചവരുടെ കൂട്ടത്തിൽ മാഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരുണ്ട്. അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് വഴി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. നാളെ ഈവനിങ് ഫ്ലൈറ്റിൽ ബോഡി കൊച്ചിയിലെത്തും. അവിടെ ഒന്ന് മാഡത്തിൻ്റെ ബോഡി കളക്ട് ചെയ്യാവുന്നതാണ്. മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ മാഡം? ഹലോ മാഡം, മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ? എടാ, ഇതിങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോടാ? അവർ ടി വിയിലെല്ലാം കണ്ട് അറിഞ്ഞാൽ പോരെ? അയ്യോ, അത് പറ്റില്ലടാ. അവർക്ക് വലിയ ഷോക്ക് ആവൂലേ വിളിച്ച്. അവർ